ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എറണാകുളം, ട്രിവാൻഡ്രം, അങ്ങനെ കുറേ. അതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് SMEClabs ആണ്. ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ തിരക്കുന്ന സമയത്ത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആണ്. അവർ പ്രധാനമായിട്ടും പറഞ്ഞതെന്ന് വെച്ചാൽ, അയ്യോ പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല, ഗേൾസ് ആരും ഇതുവരെയും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു ഗേൾ ചൂസ് ചെയ്തിട്ടില്ല എന്നൊരു റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിൽ പോലും പെൺകുട്ടികൾ ഈ ഒരു കോഴ്സ് എടുക്കില്ല, എന്തുകൊണ്ട് പിന്നെ നീ ഇത് ചൂസ് ചെയ്യുന്നു എന്നൊരു റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. ചിലർത്തുനിന്ന് വളരെ നെഗറ്റീവ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് വന്നത് സ്മെക്കിൽ വിളിച്ചപ്പോഴാണ്. ഓഫ് കോഴ്സ് ഗോ ഫോർ ഇറ്റ് എന്നൊരു പോസിറ്റീവ് സജഷൻ ആണ് എനിക്ക് കിട്ടിയത് ഫ്രം ഹിയർ. അതുകൊണ്ടാണ് ഞാൻ SMEClabs എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്തത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെലിബ്രേഷൻസ് ആണ്. ഓണം സെലിബ്രേഷൻ, ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് ഇൻ മൈ ലൈഫ്. ഹായ്, എൻ്റെ പേര് ജിത്തിന. ഞാൻ കൊല്ലത്ത് നിന്നാണ് വരുന്നത്. MSc ജിയോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. കറൻ്റ്ലി ഞാനിപ്പോൾ SMEClabs കലൂരിൽ നിന്ന് എൻ്റെ ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ മൈ കരിയർ. ആ ഒരു എയിമോട് കൂടിയാണ് ശരിക്കും ഈ ഒരു കോഴ്സ് എടുത്തത്. ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന കോഴ്സ് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കൂടുതലായിട്ടും ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സെക്ടർ കൂടിയാണ് ഓയിൽ ആൻഡ് ഗ്യാസ്. ഫസ്റ്റ് ടൈം നമ്മളിവിടെ എൻക്വയറി ചെയ്യാൻ വരുന്ന സമയത്താണെങ്കിലും നമുക്കിവിടുത്തെ എല്ലാ ക്ലാസ് റൂംസ് ആണെങ്കിലും ലാബ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ ഒരു കോൺസെൻട്രേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അങ്ങനെ ഓരോ കാര്യങ്ങളും ബേസിക്കായിട്ട് നമുക്ക് എൻക്വയറി അനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തന്നിട്ടാണ് ഫസ്റ്റ് ഡേ ഇവിടെ നിന്ന് ഞാൻ പോകുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിലും നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറയുന്ന കോഴ്സ് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റും. കാര്യം അതൊരു ബിഗ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെയാണ് നമ്മുടെ കരിയർ ഗ്രോത്തിൽ. ഫൈനാൻഷ്യലി ആണെങ്കിലും അല്ലാതെ നമ്മളൊരു എക്സ്പ്ലോറേഷൻ ഫീൽഡ് ആണെങ്കിലും നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ആസ് എ ജിയോളജി സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ ഒരു എക്സ്പ്ലോറേഷൻ ജിയോളജിസ്റ്റ് ആയിട്ട് വേണമെങ്കിലും എനിക്ക് ഇൻ ഫ്യൂച്ചർ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗേൾസിനും കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. അവിടെ നമ്മളുടെ റോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലേ, നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് ആപ്ലിക്കബിൾ ആകും, നമ്മുടെ കരിയർ ഗ്രോത്ത് എത്രത്തോളം സക്സസ്ഫുള്ളി നമുക്കത് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ഒരുപാട് ഗേൾസിൻ്റെ ഡൗട്ട്സ് ആയിരിക്കും. അതുപോലെ പൈപ്പിംഗ് ഇൻസ്പെക്ടർ, വെൽഡിംഗ് ഇൻസ്പെക്ടർ, സേഫ്റ്റി ഫീൽഡിലാണെങ്കിൽ സേഫ്റ്റി ഓഫീസറായിട്ട്, അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഗ്രോത്ത് ആണെങ്കിലും സ്റ്റെബിലിറ്റി ആണെങ്കിലും ജോബ് സെക്യൂരിറ്റി ആണെങ്കിലും വാട്ട് എവർ യു വിഷ് ഫോർ, എവറിത്തിങ് വിൽ ബി പോസിബിൾ ഫ്രം ദിസ് സിംഗിൾ സബ്ജക്റ്റ്. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. പക്ഷേ ഞാൻ ഈ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ തിരക്കുന്ന സമയത്ത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയത് ഒരു നെഗറ്റീവ് റെസ്പോൺസാണ്. ഫ്രം എൻ്റെ ഫാമിലിയിൽ നിന്നാണെങ്കിൽ പോലും പെൺകുട്ടികൾ ഈ ഒരു കോഴ്സ് എടുക്കില്ല, എന്തുകൊണ്ട് പിന്നെ നീ ഇത് ചൂസ് ചെയ്യുന്നു എന്നൊരു സജഷനാണ് എനിക്കുണ്ടായിരുന്നത്. എല്ലായിടത്തും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത്. ആദ്യം ഞാൻ ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രം ട്രിവാൻഡ്രം. ഞാൻ ട്രിവാൻഡ്രം ബേസ്ഡ് ആണ്. സോ ട്രിവാൻഡ്രത്തു നിന്നും അതുപോലെ തന്നെ വെസ്റ്റ് എറണാകുളത്തു നിന്നും ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തു. അതിൽ നിന്നാണ് ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പ്രധാനമായിട്ടും പറഞ്ഞതെന്ന് വെച്ചാൽ, പെൺകുട്ടികൾ അയ്യോ പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ ഗേൾസ് ആരും ഇതുവരെയും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു ഗേൾ ചൂസ് ചെയ്തിട്ടില്ല എന്നൊരു റിപ്ലൈ ആണ് എനിക്ക് കിട്ടിയത്. ചിലർത്തുനിന്ന് വളരെ നെഗറ്റീവ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുണ്ട്. ഈവൻ ദോ ഐ എം എ ജിയോളജി സ്റ്റുഡൻറ്റ്, ഐ ഹാവ് ടു ആൻസർ ലൈക്ക്, എനിക്ക് അപ്പോഴും ഞാൻ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ ഹാവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് എക്സ്പ്ലോറേഷൻ ജിയോളജിസ്റ്റായിട്ടും ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് പറയുമ്പോഴും ദേവർ ലൈക്ക് ഇല്ല. പക്ഷേ നമ്മളതിനെപ്പറ്റി അത്രയും പഠിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് സെർച്ച് ചെയ്തിട്ടും കൂടെയാണ് നമ്മളിതിലേക്ക് നമ്മൾ കോഴ്സ് ചെയ്യാനായിട്ട് നോക്കിയത്. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് വന്നത് സ്മെക്കിൽ വിളിച്ചപ്പോഴാണ്. ഇവിടെ വന്നു, പാരൻസ് ആയിട്ടാണ് വന്നത്. ഇവിടെ വന്നു, ഇവിടുത്തെ സാറിനെ കണ്ടു, ഓഫീസ് സാറിനെ കണ്ടു, സംസാരിച്ചു. അപ്പോഴും പുള്ളി പറഞ്ഞു, ഓക്കെ നമുക്ക് ഇത്ര ഫീൽഡ്സാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്, ഓയിൽ ആൻഡ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിലൊക്കെ നമുക്ക് ജോബ്സ് സെക്യൂർ ആക്കാൻ പറ്റുന്നത്, ഓക്കെ ഓഫ് കോഴ്സ് ഗോ ഫോർ ഇറ്റ് എന്നൊരു പോസിറ്റീവ് സജഷനാണ് എനിക്ക് കിട്ടിയത് ഫ്രം ഹിയർ. സോ അതുകൊണ്ടാണ് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇത് മൂവ് ഓൺ ചെയ്തത്. എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ തന്നെ എൻ്റെ കരിയർ ഫോക്കസ് ചെയ്ത് അതിനെ ബിൽഡ് ചെയ്യണം, അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരിക്കണം എന്നൊരൊറ്റ ഫോക്കസിലാണ് ഈ ഒരു കോഴ്സ് എടുത്തത്. എനിക്കാകെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയത് SMEClabs എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ SMEClabs എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്തത്. ആദ്യം ഞാൻ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എറണാകുളം, ട്രിവാൻഡ്രം, അങ്ങനെ കുറേ.
അതിലെനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് SMEClabs ആണ്. അവിടുത്തെ റിവ്യൂസ് ആണെങ്കിലും സ്റ്റുഡൻസുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അറിയുന്നവരുണ്ട് ഈ ഒരു കോഴ്സ് ചെയ്തത്. അപ്പോൾ ഒരുപാട് റിവ്യൂസ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നാൽ നമുക്ക് കാണാൻ പറ്റും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊവൈഡ് ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് വിത്ത് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോടുകൂടി. അതുപോലെ ക്ലാസ്സസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ മെയിനായിട്ട് വരുന്നത് പൈപ്പിംഗ്, NDT, QA, QC, ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെയാണ്. ക്ലാസ്സിൻ്റെ ആംബിയൻസ് എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലാണ്. ബിക്കോസ് ഞാൻ ഒറ്റ ഗേൾ മാത്രമേ എൻ്റെ ക്ലാസ്സിലുള്ളൂ, ബാക്കിയെല്ലാം ബോയ്സാണ്. +2 മുതൽ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, അതുപോലെ എന്നെക്കാൾ ഒരുപാട് ചേട്ടന്മാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ക്ലാസ്സിൽ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെലിബ്രേഷൻസ് ആണ്. ഓണം സെലിബ്രേഷൻ അത് വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസ് ഇൻ മൈ ലൈഫ്. കാരണം ആഫ്റ്റർ പോസ്റ്റ് ഗ്രാജുവേഷൻ പിന്നെ ഒരു 2 ഇയർ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്ത് വരുന്നത്. അപ്പോൾ കിട്ടുന്നൊരു വീണ്ടും നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ മോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് എൻറ്റയർലി ഡിഫറെൻറ്റ് വൺ. പിന്നെ ഓരോ ദിവസത്തെയും ക്ലാസ് അത്രയും എൻജോയ് ചെയ്താണ് സാറുമാർ പഠിപ്പിക്കുന്നതും. നമുക്ക് ബോറടിക്കില്ല ക്ലാസ്സിൽ. എൻജോയ്മെൻറ്റും സ്റ്റഡീസും എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുന്നതും. പിന്നെ നമുക്ക് ഡൗട്ട് സെഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ വേറൊരു +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്നതാണെങ്കിലും ഈവൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടോട് കൂടി വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഫ്രം ദ വെരി ബേസിക് മുതൽ നമുക്ക് എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്തിട്ടാണ് ഇവിടുത്തെ സാറുമാർ നമ്മുടെ ഓരോ ഡൗട്ട്സിന് ആൻസർ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നതാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ ദേ വിൽ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമുക്ക് എത്ര തവണ വേണമെങ്കിലും അവരോട് ഡൗട്ട്സ് ചോദിക്കാം. അത്രയും തവണ അത്രയും ക്ഷമയോടുകൂടി വിത്ത് ഫുൾ പേഷ്യൻസ് ദേ വിൽ ക്ലിയർ ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇത് മൂവ് ഓൺ ചെയ്തത്. I did complete my course.